ഫയർ എന്നല്ലേ? വൈൽഡ് ഫയർ. മയിലാണ് സന തോന്നിയായിരിക്കും. എന്റെ പൊന്നെ പറയണ്ട പറയണ്ട മനസ്സിലായിരിക്കുന്നു. എന്റെ പൊന്നെ നാടകം തോറ്റു. നാടകം ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഈ പടം സജസ്റ്റ് ചെയ്യുക. വേറെ ഒന്നും പറയല്ല. ബോറായോ? മനോഹരമായി. കുറച്ച് ഓവറായോ എന്നൊരു ഡൗട്ട്. നെഗറ്റീവായിട്ട് തോന്നിയേ? നെഗറ്റീവായിട്ട് പടം പോസിറ്റീവായിട്ട് ഒന്നും തോന്നിയില്ല. അതാണ് നെഗറ്റീവായിട്ട് തോന്നി. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്. നിങ്ങൾ കേട്ടില്ലേ? No, I have no sense of it. I don't think Pushpa has done anything to me. ഇതെന്തുകൊണ്ട് താൻ നേരത്തെ പറഞ്ഞില്ല? ഇപ്പോഴല്ലേ ചോദിച്ചത്. ഞാൻ ആക്ച്വലി ഇപ്പോ ലാസ്റ്റ് കണ്ടതില് കങ്കുവായിരിക്കും അവരാതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് അതുക്കും മേലെ കാട്ട വരാതെ ഒന്നും പറയല്ല. സ്വല്പം നടുവേദനയുണ്ട്. ഹൈദരാബാദിൽ സിംഹവുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ പറ്റിയതാ. ഒരു ടാബ്ലറ്റ് കഴിച്ചു വരാം. ഒരു വായിക്ക് കൊള്ളത്തില്ല. എന്തൊക്കെയോ വേണ്ടി ചെയ്യുന്നുണ്ട്, മാസമായിട്ടൊക്കെ കാണിക്കുന്നു. പക്ഷെ നമുക്കൊന്നും തോന്നുന്നില്ല, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെ കൊണ്ട് ഒരു വഴിക്കിറങ്ങി എന്നെ വേണം തല്ലാൻ. പുഷ്പരാജ് അപ്പൊ ഞെട്ടിച്ചില്ലേ? പുഷ്പരാജ് ഞെട്ടിച്ചല്ല. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറും. അല്ലു അർജുന ഇങ്ങോട്ട് കൈ കിട്ടണം. ഇനി കൊച്ചിയിലൊന്നും വരലെന്ന് പറയാം അവന്റെ പറഞ്ഞതാ. അതെ, എനിക്ക് 2 കാലും കയ്യേ ഉള്ളൂ. അതങ്ങോട്ട് തല്ലി ഒടിച്ച് അയാളുടെ കയ്യിലാണ് കൊടുത്താ നിനക്ക് തൃപ്തിയായില്ലേ? എനിക്കത് ഓർക്കുമ്പോ പേടിയാവും. പുഷ്പ 3 ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. പുഷ്പ 3 അല്ല, ഇനി തെലുങ്കന്മാരെ പടം കാണാൻ വരത്തില്ല. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി. തെലുങ്ക് പടമായിട്ട് കണ്ടിരിക്കാൻ കൊള്ളാം. തെലുങ്ക് പടമായിട്ട് ഒരു പടമായിട്ടേ കണ്ടിരിക്കാൻ കൊള്ളത്തില്ല. അങ്ങനത്തെ ലെവലിൽ എടുത്തിരിക്കും. മതി. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പവർ ഇദ്ദേഹത്തിനില്ല. പടം KGF-ലോട്ട് പോവാനും ശ്രമിച്ചു, എന്നാൽ KGF-ലോട്ട് എത്തിയതുമില്ല. കംപ്ലീറ്റ് അഹങ്കാരികൾ. പിന്നെ മന്ദാനേനെ ഒരു കിണർ വെട്ടി കുടിച്ചു മൂടണം. അത്രയ്ക്ക് ക്രിഞ്ച് ഫെസ്റ്റിവൽ. ഈ എസ് സുകുമാർ അണ്ണന്റെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഈ സിനിമ എടുത്തത്? എനിക്ക് കാര്യമായിട്ടും ചോദിക്കണേണ്. അള്ളാനെ ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? അല്ലടാ എന്റെ വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. ഫസ്റ്റ് പാർട്ടിന്റെ ഒരു സൈഡിൽ പോലും സിനിമ വെക്കാൻ കൊള്ളൂല. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. ബോധമുള്ളവർക്ക് എന്തായാലും കാട്ട വരാതായിട്ട് തോന്നുന്നു. വനത്തെ കഞ്ഞിയായില്ലേ? ഇതിൽ കൊണ്ട് ഇനി എന്താവാനാ? അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.